പലപ്പോഴും നമ്മുടെ പല സുഹൃത്തുക്കളും യൂട്യൂബിൻ്റെ കുറേ സംശയങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട്. അത് ഞാനെപ്പോഴും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോയിലൂടെ ചെയ്താൽ കൊള്ളാമെന്ന് ആലോചിച്ച് ഇങ്ങനെ എല്ലാ ആളുകളും ചോദിക്കുന്നത് ഒരുപക്ഷെ ഒരേ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഒരു 6-7 കാര്യങ്ങൾ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ മോൻ അപ്പൂസ്, ഇന്ന് സത്യം പറഞ്ഞാൽ അപ്പൂസിന് പഠിത്തമില്ല, കുറേ നാളായിട്ട് അപ്പൂസ് എന്താ പറയുക വീഡിയോ ചെയ്യണമെന്ന് ആലോചിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ നാണം മാറുമല്ലോ. അപ്പോൾ എന്തായാലും അപ്പൂസ് ഓരോ കാര്യങ്ങൾ വായിക്കും, ഞാൻ അതിനനുസരിച്ചിട്ടുള്ള ഉത്തരം പറയുകയും ചെയ്യും. വായിക്കടാ. ഒന്നാമത്തത്, നിലവിലുള്ള യൂട്യൂബ് ചാനലിന്റെ പേര് മാറ്റാൻ സാധിക്കുമോ? കൊള്ളാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ഡോക്ടറോട് ചോദിക്കാൻ വന്ന പങ്ക്തി പോലെയാണ് പരിപാടി. അതായത് നിലവിലുള്ള യൂട്യൂബിൻ്റെ ഇത് എന്താ പറയുക പേര് മാറ്റാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. കാരണം ആദ്യം എൻ്റെ ചാനലിൻ്റെ പേര് അങ്ങനെയല്ല, എൻ്റെ ചാനലിൻ്റെ പേര് മാറ്റണമെന്നല്ല, എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് മസ്റ്റെക് TV എന്നായിരുന്നു. മസ്റ്റായിട്ടും അറിയാവുന്ന കമ്പ്യൂട്ടർ ടെക്നോളജി. സത്യം പറഞ്ഞാൽ ആ ഒരു പേര് എനിക്ക് മാത്രമേ മനസ്സിലായുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യമാണ്. പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും. ഇപ്പോൾ എൻ്റെ പേര് ഇബാദു റഹ്മാൻ ടെക് ആണെന്നാണെങ്കിൽ നാളെ എനിക്ക് പക്ഷേ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് മാറ്റാം. പക്ഷേ ആ പേര് മാറ്റുന്നതോടൊപ്പം തന്നെ youtube.com/ നമ്മുടെ URL എന്താണോ ആ URL ഒരു പക്ഷേ നമുക്ക് പെട്ടെന്ന് ലഭിക്കണമെന്നില്ല. അതിൻ്റെതായ സമയമെടുക്കും. ഒരു എക്സ്പീരിയൻസ് പറയാം. വില്ലേജ് ഫുഡ് എന്ന എൻ്റെ മറ്റൊരു യൂട്യൂബ് ചാനൽ ഞാൻ റീനെയിം ചെയ്തു. ആ റീനെയിം ചെയ്ത സമയത്ത് ഞാൻ അതിൻ്റെ URL വേണ്ടി അപ്ലൈ ചെയ്തപ്പോൾ യൂട്യൂബ് ടീം നമ്മളോട് ചോദിച്ചത്, നിങ്ങൾക്ക് ആ ചാനലിൻ്റെ രജിസ്ട്രേഷൻ, അതായത് രജിസ്റ്റേർഡ് ആണോ, വെബ്സൈറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ സെയിം ഫേസ്ബുക്ക് പേജോ ട്വിറ്ററോ അങ്ങനെ സോഷ്യൽ മീഡിയ ലിങ്കൊക്കെയാണ് ചോദിച്ചത്. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത്, അതായത് നിങ്ങൾ മാറ്റുന്ന സമയത്ത് ഇതെല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ടീമോട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് URL പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്ത് ലഭിക്കുകയും ചെയ്യുന്നതാണ്. ഓക്കെ, രണ്ടാമത്തെ വായിക്കണം. ഒരാൾക്ക് എത്ര യൂട്യൂബ് ചാനൽ വരെ തുടങ്ങാൻ സാധിക്കും? രണ്ടാമത്തെ ഇത് രസമുള്ള പരിപാടി കേട്ടോ. കാര്യം ഒരാൾക്ക് എത്ര യൂട്യൂബ് ചാനൽ, ഒരു ഇമെയിൽ ID യിൽ നിന്നും 50ഓളം യൂട്യൂബ് ചാനലുകൾ, എൻ്റെ പൊന്നു 50ഓളം യൂട്യൂബ് ചാനലുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിൽ കുഴപ്പമില്ല. ഇപ്പോൾ എൻ്റെ ID തന്നെ ഒരു 10-8ഓളം ചാനലുകളുണ്ട്. അപ്പോൾ അതിലൊരു വിഷയമല്ല. പിന്നെ പൂർണ്ണമായിട്ടും അപ്പോൾ ഒരു സംശയം ഉണ്ടാകാറുള്ളത്, ഒരു യൂട്യൂബ് ചാനലും എത്ര ആഡ്സെൻസും വേണമെന്നാണ്. ഒരു യൂട്യൂബ് ചാനലിന് എത്ര ആഡ്സെൻസുമായിട്ടും നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. പ്ലീസ് ഒരു യൂട്യൂബ് ചാനലിന് നമുക്ക് എത്ര ആഡ്സെൻസുമായിട്ട് കണക്ട് ചെയ്യാവുന്ന, ഒരു ആഡ്സെൻസ് മതിയെന്നേ 10-12 യൂട്യൂബ് ചാനലൊക്കെ കണക്ട് ചെയ്ത ആൾക്കാരെ തന്നെ നമുക്കറിയാവുന്നതാണ്. മൂന്നാമത്തത്, യൂട്യൂബിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്തു ചെയ്യും? എന്ത് ചെയ്യും? ഇവനെ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അതായത് മലയാളം വായിപ്പിക്കണം എന്നുള്ള കാര്യം എനിക്ക് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ്. കാര്യം ഇംഗ്ലീഷ് മാത്രം പഠിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പം ചെയ്യണം എന്നുള്ളതൊക്കെ പറയാൻ ഇച്ചിരി മടിയായിട്ട് വരും. യൂട്യൂബിൽ വിജയിക്കണം നേരെ ഇരിക്കണോ, കാലൊക്കെ നേരെ വെക്കും. യൂട്യൂബിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, രസം. അതായത് യൂട്യൂബിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു മേഖലയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയയിൽ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം. അപ്പോൾ ടെക്നോളജി എനിക്കറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ടെക് വ്ലോഗ് ചെയ്തിട്ട് കാര്യമില്ല. അതിനേക്കാൾ ഉപരി ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അത് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു സ്കില്ല് നമ്മൾക്കുണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഞാൻ ടെക് വ്ലോഗിങ് ചെയ്യുന്നു. ഈ ടെക് വ്ലോഗിങ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ബ്രാൻഡുമായിട്ട് കണക്ട് ചെയ്യാനും, ബ്രാൻഡുമായിട്ട് പോയി സംസാരിക്കാനും, ബ്രാൻഡുമായിട്ട് എൻ്റെ ബിസിനസ് പ്രപ്പോസലുകൾ സംസാരിക്കാനുള്ള ഒരു മാർക്കറ്റിംഗ് സ്കില്ല് കൂടെ നമ്മൾക്ക് ഉണ്ടാകണം. എങ്കിൽ ഒരു പരിധിവരെ യൂട്യൂബിൽ വിജയിക്കാൻ പറ്റും. പിന്നെ നെറ്റ്വർക്കുകൾ ക്രിയേറ്റ് ചെയ്യണം. കാരണം ഒരു ബന്ധങ്ങൾ, ഓരോരുത്തർക്കും ഓരോ ബന്ധങ്ങളുണ്ടല്ലോ, ആ ബന്ധങ്ങൾ വളരെ ദൃഢമായിരിക്കണം. എങ്കിലൊക്കെ ഒരുപക്ഷെ യൂട്യൂബിൽ സക്സസ് ആകാൻ പറ്റും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിന് ടെക്നിക്കൽ സ്കില്ല് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ക്യാമറ ഹാൻഡിൽ ചെയ്യാൻ അറിയണം, വീഡിയോ പോസ്റ്റ് പ്രൊഡക്ഷൻ ടെക്നിക്കുകൾ അറിയണം. എങ്കിലാണ് ഒരു പരിധിവരെ ഒരാൾക്കൊരു യൂട്യൂബ് ചാനൽ സക്സസ് ആകാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നോർമലി നമുക്കൊരു ചാനൽ തുടങ്ങാൻ പറ്റും, അതിനൊന്നും വലിയൊരു കുഴപ്പമില്ല. വേണമെങ്കിൽ ഒരു 2 lakh അല്ലെങ്കിൽ 1 lakh 3 lakh സബ്സ്ക്രൈബേഴ്സിനെയും നമുക്ക് എത്തിക്കാൻ പറ്റും, അതും വിഷയമല്ല. പക്ഷേ പിന്നീട് ചെല്ലും തോറും ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് ആംഗിളിനെ കുറിച്ചും അല്ലെങ്കിൽ ഒരു ബ്രാൻഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ സംഭവിക്കാറുണ്ട്. പക്ഷേ ആ ഒരു സമയത്തൊക്കെ നമ്മൾ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു പോർഷനാണ് കാണുന്നത്.
സോ മാർക്കറ്റ് ചെയ്യപ്പെടാൻ പറ്റണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. നെക്സ്റ്റ് 4 ചില സമയങ്ങളിൽ എൻ്റെ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് കുറവായി കാണപ്പെടുന്നു. ചില സമയങ്ങളിൽ ഈ സബ്സ്ക്രൈബേഴ്സ് കുറവായി കാണുന്നുണ്ടെങ്കിൽ അതിലൊരു ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം ഈ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് മേ ബി ചില ആളുകൾ നമ്മുടെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകും. ചിലപ്പോൾ ചില ആളുകൾ സബ്സ്ക്രൈബേഴ്സ് വരും. അപ്പോൾ അൺസബ്സ്ക്രൈബേഴ്സും സബ്സ്ക്രൈബേഴ്സും തമ്മിലുള്ള റേഷ്യോ ആയിരിക്കാം ഒരു പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് അങ്ങനെ റിഫ്ലക്റ്റ്. അപ്പോൾ അതിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇപ്പം എനിക്ക് കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ 3,34,000 അല്ലെങ്കിൽ 13,000 സബ്സ്ക്രൈബേഴ്സ് ഗെയിൻഡാണ്. അതിൽ തന്നെ എത്രയോ ആളുകൾ ലോസായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് കാര്യം. ലോസായി പോകുന്നതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മുടെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വീഡിയോ ഹിറ്റാവുന്നതോടുകൂടി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് വളരെയധികം കൂടും. പിന്നീട് ഇവർക്കും ഇഷ്ടമില്ലാത്തത് അല്ലെങ്കിൽ ഇവരുടെ താല്പര്യത്തിനനുസരിച്ചല്ലാത്ത വീഡിയോകളാകുമ്പോഴാണ് കൂടുതലും ആളുകൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡോണ്ട് വറി, ഇതൊരു പാർട്ട് ഓഫ് ഗെയിം അല്ലേ. ചില ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് പോകും, അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകും. ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ പ്രോഡക്റ്റ് അപ്ഡേറ്റ്, യൂട്യൂബിൻ്റെ തന്നെ ക്രിയേറ്റർ സ്റ്റുഡിയോയിലുള്ള പ്രോഡക്റ്റ് അപ്ഡേറ്റിൻ്റെ വിഷയം കൊണ്ടും നമുക്ക് അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യാം. അതൊന്നും പേടിക്കേണ്ട, അതൊക്കെ ശരിയാവുന്നേ. അയ്യോ അല്ല. എന്താണ് യൂട്യൂബ് പ്രീമിയർ? യൂട്യൂബ് പ്രീമിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ കേസിൽ നമ്മൾ ഒരു പക്ഷേ ഒരു പ്രോഗ്രാം ചെയ്യുകയാണ്. ഇപ്പോൾ ടെക് അപ്ഡേറ്റ്സ് എന്ന ഒരു പ്രോഗ്രാമിനെ നമുക്ക് യൂട്യൂബ് പ്രീമിയർ ആക്കാം. അതായത് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു 8 മണിക്ക് യൂട്യൂബ് പ്രീമിയർ ഷോ ഉണ്ടാവും. അത് നമ്മുടെ യൂട്യൂബ് ലൈവ് പോലെ തന്നെ, ഇപ്പോൾ ലൈവിൽ നമുക്ക് കമൻറ്റ് വന്ന പോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് നോട്ടിഫിക്കേഷൻ വരികയും അതേപോലെ എന്താ പറയുക, ആ ഒരു സമയത്ത് നമുക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ, ചില സൂപ്പർ ചാറ്റിലൂടെയൊക്കെ നമുക്ക് എന്തെങ്കിലും പൈസ കിട്ടാറുണ്ടല്ലോ, അതും നമുക്ക് ലഭിക്കാൻ പറ്റുന്നൊരു മേഖലയാണ് യൂട്യൂബ് പ്രീമിയർ എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തിലൊക്കെ യൂട്യൂബ് പ്രീമിയറിൻ്റെ ഒരു ഓപ്ഷൻസും അത് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ക്രിയേറ്റേഴ്സൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ചെയ്യുന്ന കോണ്ടന്റിനെ എങ്ങനെ യൂട്യൂബ് പ്രീമിയർ എന്നൊരു ഓപ്ഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് നമ്മൾ ആലോചിക്കുക. പക്ഷേ ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും നല്ലൊരു കാര്യം തന്നെയായിരിക്കും. ഉദാഹരണത്തിന് നമ്മുടെ തന്നെ ടെക് അപ്ഡേറ്റ്സ് എന്ന ആ ഒരു പ്രോഗ്രാം നമുക്ക് യൂട്യൂബ് പ്രീമിയർ ആക്കി നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. അത് നല്ലൊരു അപ്ഡേറ്റ് അല്ലേ. ഇതാണ് യൂട്യൂബ് പ്രീമിയർ എന്ന് പറയുന്നത്. അതുകൊണ്ട് അല്ല, പോട്ടെ അടുത്ത നോക്കി. യൂട്യൂബ് കൊണ്ട് ജീവിക്കാൻ സാധിക്കുമോ? യൂട്യൂബ് കൊണ്ട് ജീവിക്കാൻ സാധിക്കുമോ എന്ന ക്വസ്റ്റ്യൻ പലപ്പോഴും പല ആളുകളും വിളിച്ചു ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അങ്ങനെ ആക്കിയതാണ്. കാരണം യൂട്യൂബ് ഒരു ജീവിതമാർഗമാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ എൻ്റെ കാഴ്ചപ്പാട് പറയുകയാണെങ്കിൽ മലയാളം കണ്ടൻറ്റ് വെച്ചിട്ട് ഒരുപക്ഷെ യൂട്യൂബ് കാണുന്ന പല സുഹൃത്തുക്കളും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കും ഇതിനോട് റിയാക്ട് ചെയ്യാം കേട്ടോ. കാരണം യൂട്യൂബ് വലിയൊരു റവന്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ മില്യൺസ് ഓഫ് വ്യൂസ് വേണം, അതിനനുസൃതമായിട്ടുള്ള വാച്ച് ടൈം വേണം, എങ്കിലേ യൂട്യൂബിൽ നിന്നൊക്കെ വലിയൊരു ആഡ്സൻസ് റവന്യൂ ഉണ്ടാകുള്ളൂ. നമ്മുടെ ചില ട്രെയിനിങ്ങുകളിലൊക്കെ നമ്മൾ പറയാറുണ്ട്, എപ്പോഴും ഒരു ബിസിനസ് മോഡൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും പ്രോഡക്റ്റോ എന്തെങ്കിലും സർവീസുകളോ ഒക്കെയാണ് നമ്മൾ യൂട്യൂബിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് യൂട്യൂബിൻ്റെ ആഡ്സൻസ് റവന്യൂ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ഓൾറെഡി ജീവിക്കാനുള്ള ഹോപ്പ് അതിൻ്റെ നിന്ന് കിട്ടുമല്ലോ. അതുകൊണ്ട് അതായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർ. എന്നിരുന്നാൽ പോലും അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഹൗസുകളും വളരെ സീരിയസ് ആയിട്ടുള്ള ക്രിയേറ്റേഴ്സും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലാണ് യൂട്യൂബ് ഒരു ഫുൾ ടൈം റവന്യൂ മോഡലാക്കാൻ പറ്റുള്ളൂ. എൻ്റെ ഒരു കുറേ നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് എൻ്റെ ഒരു 4-5 വർഷം ബാക്കിലേക്ക് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ ടൈം റവന്യൂ എന്ന് പറയുന്നത് യൂട്യൂബ് മാത്രമായിരുന്നു. 2016 അല്ലെങ്കിൽ 2015 ഞാൻ ആ ഒരു സെഗ്മെൻറ്റ് ഫുൾ റവന്യൂ ഇത് എന്നല്ല, ഇത് റവന്യൂ ഇല്ല എന്നല്ല കേട്ടോ പറയണത്, റവന്യൂ ഇത് ചിന്തിക്കാതെ ഒരു പാർട്ട് ടൈം ആയിട്ടുള്ള ഒരു റവന്യൂ മോഡൽ കൂടെ അതിൻ്റെ അകത്ത് വർക്കൗട്ട് ചെയ്ത് കൊണ്ടിട്ടാണ് അത്യാവശ്യം കാര്യങ്ങൾ നടന്നത്. അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ റവന്യൂ മാത്രം കൊണ്ട് നമുക്ക് ഒരിക്കലും വലിയൊരു ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അറ്റ് ദ സെയിം ടൈം ഒരുപാട് സ്ട്രാറ്റജികളും ഒരുപാട് വർക്കിംഗ് മെത്തേഡുകളും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രാൻഡുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ സക്സസ് ആകാൻ പറ്റുള്ളൂ. അപ്പോൾ കഴിഞ്ഞതല്ലേ? കഴിഞ്ഞോ? നീ ഒന്ന് നേരെ നോക്കാം ചെയ്യാൻ സാധിക്കും. 6 കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക ചെയ്തു. ഒരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ എപ്പോഴും നമ്മുടെ ചാനലിലൂടെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ്. പിള്ളേരെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് തോന്നിട്ടോ, പിള്ളേരല്ലേ അവർ ഓടിക്കോട്ടെ, രസമല്ലേ.
എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇമെയിലിൽ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്ക് പേജ് അതേപോലെ തന്നെ നമ്മുടെ facebook.com/ibadurahmanTech എന്ന ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക. പുതിയ അപ്ഡേറ്റുകൾ, പുതിയ രസകരമായിട്ടുള്ള വീഡിയോകളും ഒക്കെ എടുത്ത് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.